ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അതുപോലെ നമ്മുടെ ഇതിൽ ബേക്കിംഗ് സോഡ, ഓവൻ, ബട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, അവർക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആൻഡ് സോഫ്റ്റ് ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു തവണയാണ് അരിച്ചെടുക്കുന്നത്. ഒരു തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കുക. നമ്മുടെ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ബോളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഒരിക്കലും ബീറ്റായിട്ട് വരില്ല. അതുപോലെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ എഗ്ഗ് താഴ്ന്നു പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോൾഡ് ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് എണ്ണ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം, അതുപോലെ നമ്മുടെ കറുത്ത മുന്തിരി, അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇവിടെ ഞാനതൊന്നും ചേർക്കുന്നില്ല, ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 2 രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് ലാസ്റ്റ് വേണമെങ്കിലും ക്യാരറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. വളരെ സ്ലോലി ചെയ്യുക, എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിൻ്റെ അകത്തായിട്ടൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. റിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അതിനു മുമ്പ് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈസിയായി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഓവൻ യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.